എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചരി ഇടാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പും നന്നായി കഴുകിയെടുക്കാം. വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കാം. അതിനുശേഷം 2 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. നന്നായി കുതിർന്നിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയുള്ള മാവായി അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടാൻ പോകുന്നില്ല. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. കുറേശ്ശെ വെള്ളം തെളിച്ച് വേണം അരച്ചെടുക്കാൻ. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മിക്സിയിലേക്ക് കുറേശ്ശിട്ട് അരച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. രണ്ട് 3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ വളരെ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ക്രിസ്പി ആയിരിക്കും. ഇത്രയും മതി. ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടാം. ചെറുതായി അരിഞ്ഞ മല്ലിയില, കുരുമുളക്, ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും, കറിവേപ്പില, സവാള അരിഞ്ഞത് കൂടി ഇടാം. ഏറ്റവും ലാസ്റ്റിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. സവാള ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്ത ശേഷം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി മാവിൽ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി വട ഉണ്ടാക്കാം. കൈ നന്നായി നനച്ച ശേഷം ചെറിയ ഉരുളകളാക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ ഉരുട്ടാൻ പറ്റുന്നത്. ഇതുപോലെയാക്കി എണ്ണയിലേക്ക് ഇടാം. കൈ നന്നായി നനച്ച ശേഷം വേണം വടയിട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കും. ഒരു സൈഡ് ചോന്നിട്ടുണ്ട്, തിരിച്ചിടാം. രണ്ട് 3 പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇനി വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊട്ടുകടല ചേർത്ത തേങ്ങാ ചട്നിയും ഈ ഉഴുന്നുവടയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.